ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമുക്കിത് ഈ ഒരു പേഴ്സ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ പുതിയ ഫാബ്രിക് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് വന്നിട്ടുള്ള ലെഫ്റ്റ് ഓവർ ഫാബ്രിക്കിൽ നിന്നുമാണ് ഇതുപോലെ ഒരു കിഡിലൻ പേഴ്സ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ അടിപൊളി പേഴ്സൊക്കെ ഉണ്ടാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കേണ്ട. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ 22 സെൻറ്റിമീറ്റർ വീതിയും 38 സെൻറ്റിമീറ്റർ നീളവുമുള്ള 2 പീസ് ഫാബ്രിക്കാണ് ആവശ്യമായിട്ടുള്ളത്. അതിലൊന്ന് മെയിൻ ഫാബ്രിക്കും ഒന്ന് ലൈനിങ് പീസുമാണ് വേണ്ടത്. ഓക്കെ, 22 സെൻറ്റിമീറ്റർ നീളവും 38 സെൻറ്റിമീറ്റർ വീതിയുമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പീസാണ് നമ്മുടെ പേഴ്സിൻ്റെ മെയിൻ ബോഡി പീസ്. അടുത്തതായി നമുക്ക് 22 സെൻറ്റിമീറ്റർ നീളവും 28 സെൻറ്റിമീറ്റർ വീതിയുമുള്ള മറ്റ് 2 പീസ് ഫാബ്രിക് കൂടി ആവശ്യമായിട്ടുണ്ട്. ഇതിലും ഒന്ന് മെയിൻ ഫാബ്രിക്കും ഒന്ന് ലൈനിങ് പീസുമായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അളവുകൾ മറന്നു പോകേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ നോട്ട് ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അടുത്തതായി നമുക്ക് ചെറിയൊരു പോക്കറ്റിന് വേണ്ടി 22 സെൻറ്റിമീറ്റർ നീളവും 20 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു പീസ് ഫാബ്രിക്കാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത്രത്തോളം ഫാബ്രിക് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇനി നമുക്ക് ക്യാൻവാസ് അഥവാ പേപ്പർ ഷുഗറാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ നെക്കിന് വെച്ച് കൊടുക്കുന്ന ആ ഒരു ക്യാൻവാസ് അല്ലാന്നുണ്ടെങ്കിൽ പേപ്പർ ഷുഗർ എടുത്താലും മതി. ഞാനിവിടെ ഷർട്ടിൻ്റെ കോളർ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഞാനിവിടെ 10 സെൻറ്റിമീറ്റർ നീളവും 18 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു പീസ് ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് 20 സെൻറ്റിമീറ്റർ നീളവും 25 സെൻറ്റിമീറ്റർ വീതിയുമുള്ള മറ്റൊരു പീസ് ഇതുപോലെ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചതുരത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അടുത്തതായി 20 സെൻറ്റിമീറ്റർ വീതിയും 35 സെൻറ്റിമീറ്റർ നീളവുമുള്ള മറ്റൊരു പീസ് ക്യാൻവാസ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 3 പീസ് ക്യാൻവാസാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആദ്യമേ തന്നെ നമ്മളിതേ വലിയ ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഫാബ്രിക് കണക്കായി വരുന്ന രീതിയിൽ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തതിൽ ഏറ്റവും വലിയ പീസ് ഇതുപോലെ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ക്യാൻവാസിനേക്കാൾ പുറമേക്ക് 1 സെൻറ്റിമീറ്റർ വീതം 4 വശത്തും എക്സ്ട്രാ വരുന്ന രീതിയിലാണ് നമ്മളിവിടെ ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻവാസ് പീസിനെ നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് വീതി ഭാഗത്തേക്കായി ഇതുപോലെ ഒന്ന് നടുമടക്കിയെടുക്കാം. ഇടില്ലേ, കറക്റ്റ് ഇതുപോലെ ഒന്ന് നടുമടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ക്യാൻവാസിൻ്റെ ഏതെങ്കിലും ഒരു അരികുവശത്ത് ഒരു റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ വരച്ചെടുക്കണം. അപ്പോൾ ഓപ്പൺ ആയി കിടക്കുന്ന ആ ഒരു ഭാഗത്ത് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാൻ. ഓക്കെ, കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് റൗണ്ട് ഷേപ്പിൽ കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഇവിടെയുള്ള ഷേപ്പിൽ മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ ക്യാൻവാസിൻ്റെ ഒരു അരികുവശം ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ശേഷം നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ, അതായത് ഏറ്റവും വലിയ മെയിൻ ഫാബ്രിക്കിൻ്റെ മുകൾ വശത്ത് ചീത്ത വശത്ത് വെച്ച് ഈ ഒരു ക്യാൻവാസ് ഷീറ്റിനെ നന്നായി ഒന്ന് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഇതേ രീതിയിൽ മറ്റ് 2 ക്യാൻവാസ് പീസിനെയും നമുക്ക് നമ്മുടെ ഫാബ്രിക്കിന് മുകളിൽ വെച്ചിട്ട് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഫാബ്രിക് പീസിൽ ഏറ്റവും ചെറിയ ഫാബ്രിക് പീസ് ഇതുപോലെ ഒന്ന് എടുക്കുക. ശേഷം ഇതിനെ നല്ല വശം അകത്തേക്ക് വരുന്ന രീതിയിൽ ഒന്ന് നടുമടക്കി എടുത്തതിന് ശേഷം മടക്ക് വശത്തോട് ചേർന്ന് വരുന്ന രീതിയിൽ നമ്മുടെ ക്യാൻവാസ് ഷീറ്റിന് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കണം. അപ്പോൾ ഇവിടെ കാണുന്നുണ്ടാവും, അരികുവശങ്ങളിലെല്ലാം തന്നെ ഓരോ സെൻറ്റിമീറ്റർ വീതം എക്സ്ട്രാ വരുന്ന രീതിയിലാണ് ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗവും ഒന്ന് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. കൂടാതെ അടുത്ത ഫാബ്രിക്കും ക്യാൻവാസും നമുക്കെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ക്യാൻവാസ് ഒട്ടിച്ചെടുക്കുന്നതെല്ലാം മെയിൻ ഫാബ്രിക്കിലാണ്, ലൈനിങ് പീസിലല്ല കേട്ടോ. അപ്പോൾ 20 സെൻറ്റിമീറ്റർ നീളവും 25 സെൻറ്റിമീറ്റർ വീതിയിലും കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാൻവാസ് പീസിനെ നമ്മൾ 21 സെൻറ്റിമീറ്റർ നീളത്തിലും 27 സെൻറ്റിമീറ്റർ നീളത്തിലും ഒരു പീസ് ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകൾ വശത്ത് വെച്ചിട്ട് വേണം അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇത് 3 നമുക്ക് നന്നായി ഒന്ന് ഒട്ടിച്ചെടുത്ത് വരാം. അപ്പോൾ ഞാനിവിടെ നന്നായി തന്നെ ഒന്ന് അയൺ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ചെറിയ പീസ് ഫാബ്രിക്കിൽ ഇതുപോലെയാണ് നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അതിനെ
ഇതുപോലെ ഒന്ന് നടുമടക്കിയെടുത്തതിന് ശേഷം ഞാനിവിടെ ഇതുപോലെ ഒന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം നമുക്കിത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത്, മുകൾ വശത്ത് സെൻറ്റർ ഭാഗത്ത് ഒരല്പം ഗ്യാപ്പ് വിട്ട് കൊടുത്ത് മറ്റ് 2 വശവും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു 3 ഇഞ്ചോ 4 ഇഞ്ചോ ഗ്യാപ്പ് വിട്ട് കൊടുത്തിട്ട് വേണം ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതേ രീതിയിൽ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുള്ള ഫാബ്രിക്കും അതിൻ്റെ ലൈനിങ് പീസും തമ്മിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ലൈനിങ് പീസിൻ്റെയും മെയിൻ ഫാബ്രിക്കിൻ്റെയും നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിൽ ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്തെടുക്കണം. ശേഷം നമുക്ക് ഇവിടെയും ഒരു വശത്ത് ഒരു 5 ഇഞ്ചോ 6 ഇഞ്ചോ ഗ്യാപ്പ് ഇട്ട് കൊടുത്ത് ചുറ്റിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ക്യാൻവാസ് കട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ ആ ഒരു ഒട്ടിച്ചെടുത്തിട്ടുള്ള ക്യാൻവാസിൻ്റെ തൊട്ടരികവശത്തിലൂടെ തന്നെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ക്യാൻവാസിൻ്റെ മുകൾ വശത്തിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല. കൂടാതെ ക്യാൻവാസിൽ നിന്നും അധികം വിട്ടുപോയി സ്റ്റിച്ച് ചെയ്യാനും പാടില്ല. ക്യാൻവാസിൻ്റെ തൊട്ടരികവശത്തിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരച്ചിട്ടുള്ളത്. കണ്ടില്ലേ, ഒരു വശത്ത് നമ്മളിത് ഇത്രത്തോളം ഗ്യാപ്പ് കൊടുത്ത് ബാക്കി ചുറ്റിലും വേണം നമ്മളിത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതേ രീതിയിൽ നമുക്ക് നമ്മുടെ അടുത്ത പീസിനെയും ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഏറ്റവും നീളം കൂടുതലുള്ള പീസ് ഫാബ്രിക്കാണിത്. അപ്പോൾ ഇതിൻ്റെ ക്യാൻവാസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള അതേ ഷേപ്പിൽ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഫാബ്രിക്കും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ നന്നാവുക സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചുറ്റിലും ഇതുപോലെ ഒന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ നമുക്കിതിൻ്റെ ഒരു വശത്ത്, അതായത് ഈ ഒരു പീസിൻ്റെ താഴ്വശത്ത് നമുക്കൊരു 5 ഇഞ്ചോ 6 ഇഞ്ചോ ഗ്യാപ്പ് വിട്ട് കൊടുക്കാം. ബാക്കി ചുറ്റിലും നമുക്കിത് ക്യാൻവാസിൻ്റെ അതേ ഷേപ്പിൽ ക്യാൻവാസിൻ്റെ തൊട്ടരികവശത്തിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിൽ തന്നെ വേണം ഈ ഒരു ഫാബ്രിക് പീസ് എല്ലാം വെച്ച് പിൻ ചെയ്തെടുക്കാൻ. ഓക്കെ. കൂടാതെ നമ്മൾ ഈ ഒരു ഗ്യാപ്പ് വിട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ നല്ല വശം പുറമേക്ക് വരുന്ന രീതിയിൽ പുറം തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഗ്യാപ്പ് വിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഞാൻ ആ വലിയ പീസാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, നമ്മുടെ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുള്ള അതേ ഷേപ്പിൽ ക്യാൻവാസിൻ്റെ തൊട്ടരികവശത്തിലൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇതേ രീതിയിൽ മറ്റ് 2 പീസ് ഫാബ്രിക്കും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് വിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാനിവിടെ 3 പീസ് ഫാബ്രിക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫാബ്രിക്കിൻ്റെ നല്ല വശങ്ങൾ പുറമേക്ക് വരുന്ന രീതിയിൽ 3 പീസ് ഫാബ്രിക്കിനെയും ഒന്ന് പുറം തിരിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്ന് പുറം തിരിച്ചെടുക്കാം. അപ്പോൾ കോർണർ ഭാഗങ്ങളിലൊക്കെ ഒന്നെങ്കിൽ കത്രിക വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൂള് വെച്ച് ആ ഷേപ്പ് കറക്റ്റ് കിട്ടുന്ന രീതിയിൽ വെച്ചെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെറിയ പീസ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. മറ്റ് 2 പീസ് ഫാബ്രിക്കിനെയും നമുക്ക് ഇതേ രീതിയിൽ നല്ല വശം പുറമേക്ക് വരുന്ന രീതിയിലൊന്ന് പുറം തിരിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഓരോ കോർണർ ഭാഗവും നമ്മൾ കറക്റ്റ് ഷേപ്പിൽ കിട്ടുന്ന രീതിയിൽ തന്നെ പുറം തിരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായി നമ്മളിത് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ബോഡി പീസിൽ ഏറ്റവും വലിയ പീസാണ്. അത് നമ്മൾ ക്യാൻവാസിൻ്റെ അതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയും വേണം. കൂടാതെ നമ്മൾ റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ടുള്ള ആ ഭാഗത്തെല്ലാം തന്നെ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തിട്ട് വേണം ഇത് പുറം തിരിച്ചെടുക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള അതേ ഷേപ്പിൽ നമ്മുടെ ഫാബ്രിക് ചുളുക്കൊന്നും കൂടാതെ കിട്ടത്തുള്ളൂ. ഇതിനെ നമുക്കൊന്ന് നല്ല വശം പുറമേക്ക് വരുന്ന രീതിയിലൊന്ന് പുറം തിരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു പീസിൻ്റെയും നല്ല വശം പുറമേക്ക് വരുന്ന രീതിയിൽ പുറം തിരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 3 പീസ് ഫാബ്രിക്കാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇത് 3 നന്നായി തന്നെ നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കുകയും കൂടി ചെയ്യണം. ഇപ്പോൾ ഇതുപോലെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ള പീസെല്ലാം തന്നെ നന്നായി ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ പീസ് ഫാബ്രിക്കിലും. കണ്ടില്ലേ, ഇതുപോലെ ഒരു 5 ഇഞ്ചോ 6 ഇഞ്ചോ വീതം ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക്
ആദ്യമേ തന്നെ നമ്മുടെ ഈ ഒരു ചെറിയ പീസിൽ ഓപ്പൺ ആയി കിടക്കുന്ന ഭാഗത്തല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഓപ്പണായി ഇരിക്കുന്ന ഭാഗമല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മളിത് രണ്ടാമത്തെ ഫാബ്രിക് ഓപ്പണായി കിടക്കുന്ന ആ ഒരു ഭാഗവും ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കൂടാതെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആ ഒരു ഭാഗവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, ഇവിടെ നമ്മൾ ഇരുവശങ്ങളിലുമായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ സെയിം കളർ ത്രെഡ് തന്നെ വെച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാനിവിടെ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും വലിയ പീസ് ഒരു ഭാഗം നമ്മൾ ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പീസാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പീസിൻ്റെ ചുറ്റിലും ഞാനിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള 3 പീസ് ഫാബ്രിക്കിനെയും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ പീസ് ഫാബ്രിക് ഇല്ലേ, അത് ഇതുപോലെ ഒന്ന് ചീത്ത വശം പുറമേക്ക് വരുന്ന രീതിയിലൊന്ന് വിരിച്ചെടുക്കണം. ശേഷം ഈ ഒരു ഫാബ്രിക്കിൻ്റെ താഴ്വശത്ത് നിന്നും മുകൾ വശത്തേക്കായി 23 സെൻറ്റിമീറ്റർ വീതം ഇതുപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 23 സെൻറ്റിമീറ്റർ വീതമാണ് ഇതുപോലെ നമ്മൾ ഈ ഒരു ഫാബ്രിക്കിൻ്റെ താഴ്വശത്ത് നിന്നും മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഭാഗമല്ല കേട്ടോ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആ ഒരു ഭാഗത്ത് നിന്ന് വേണം നമ്മൾ ഇതുപോലെ 23 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്തെടുക്കാൻ. കണ്ടില്ലേ, അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ലൈനിങ് ഭാഗത്താണ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ശേഷം നമ്മൾ നമ്മുടെ കയ്യിലെ ഏറ്റവും ചെറിയ പീസ് ഫാബ്രിക് നമ്മൾ ഇതിൻ്റെ മുകൾ വശമായിരുന്നു പ്രസ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഓപ്പണായി കിടക്കുന്ന ഭാഗം അല്ല. അപ്പോൾ നമ്മൾ ആ പ്രസ്റ്റിച്ച് കൊടുത്തിട്ടുള്ള ഭാഗം ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള 23 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ പോയിന്റില്ലേ, ആ ഒരു പോയിന്റിൽ കറക്റ്റ് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഫാബ്രിക് പീസിൻ്റെ മറ്റ് 3 വശങ്ങളും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ ഒന്ന് പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഞാനിവിടെ ഇതിനെ രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ഭാഗത്തേക്ക് ഒരല്പം വീതി കുറച്ചിട്ടാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിനിപ്പോൾ ഒറ്റ പീസിൽ മതി എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല. ശേഷം മറ്റ് 3 വശവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മുകൾ വശം സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ മറ്റ് 3 വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മുകൾ വശം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫാബ്രിക് പീസിൻ്റെ താഴ്വശം ഓപ്പൺ ആയിട്ടായിരുന്നു, ആ ഒരു ഭാഗം കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതേ ഈ ഒരു പോക്കറ്റിൻ്റെ കറക്റ്റ് സെൻറ്റർ അല്ല, അവിടെ നിന്ന് ഒരല്പം മാറി ഇതുപോലെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൂടി കൊടുത്തെടുത്ത് പോക്കറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാർഡ്, ATM കാർഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തു വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫാബ്രിക് പീസിൻ്റെ നല്ല വശം പുറമേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് പുറം തിരിച്ചു വെക്കുക. ശേഷം നമ്മുടെ കയ്യിലുള്ള അടുത്ത പീസ് ഇതുപോലെ എടുക്കുക. അപ്പോൾ ഈ 2 ഫാബ്രിക് പീസിൻ്റെയും നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിൽ ഒപ്പത്തിനൊപ്പം താഴ്വശത്തുള്ള അരികുവശവും സൈഡിലുള്ള അരികുവശവും ഒക്കെ ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ചെടുക്കണം. ശേഷം ഞാനിവിടെ ഒന്ന് പിൻ ചെയ്തെടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഭാഗത്തല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം നമ്മൾ ഇതുപോലെ ഒപ്പത്തിനൊപ്പം വെച്ചെടുക്കാൻ. ശേഷം നമുക്കിത് ഈ ഒരു ഫാബ്രിക്കിൻ്റെ അരികു വശത്ത് നിന്നും അകംവശത്തേക്കായി 2 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇരുവശങ്ങളിൽ നിന്നും 2 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്തെടുക്കണം. ശേഷം താഴ്വശത്ത് നിന്നും മുകൾ വശത്തേക്കായി നമുക്ക് 10 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 10 സെൻറ്റിമീറ്റർ വീതം ഇരുവശങ്ങളിൽ നിന്നും മുകൾ വശത്തേക്കായി മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗം നമുക്കൊന്ന് ബോക്സാക്കി വരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിവിടെ ബോക്സാക്കി വരച്ചെടുത്തല്ലോ, ആ ഒരു ഭാഗത്തിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെയും ഒരു ചെറിയ പോക്കറ്റ് പോലെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഞാനിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിവിടെ ഒരു പോക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ശേഷം നമുക്ക് ഈ ഒരു ഫാബ്രിക് പീസിനെ ഇതുപോലെ ഒന്ന് നടുമടക്കിയെടുക്കാം. അപ്പോൾ ഒന്നുകൂടി നോക്കിക്കോളൂ.
ഓക്കെ, ഇത് ഇതുപോലെ ഒന്ന് നടുമടക്കി എടുത്തതിന് ശേഷം ഈ ഒരു ഫാബ്രിക് പീസിൻ്റെ അരികവശങ്ങൾ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ ഒരു മുകൾ വശത്തുള്ള ഫാബ്രിക് പീസ് ഇതിനോട് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല. കണ്ടില്ലേ, ഇരുവശങ്ങളിലും ഈ ഒരു ഫാബ്രിക് പീസിനെ ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം വേണം ഫാബ്രിക്കിൻ്റെ അരികുവശം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഞാൻ പറയുന്നത് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ താഴ്വശത്തുള്ള ആ ഒരു പീസ് ഫാബ്രിക് അകത്ത് പെടാത്ത രീതിയിൽ മടക്കി വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഓക്കെ, കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഇരുവശങ്ങളിലും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്കിവിടെ 2 പോക്കറ്റ് കിട്ടിയിട്ടുള്ളതായിട്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്കിതേ നമ്മുടെ വലിയ പീസ് ഫാബ്രിക്കിനെ ഒന്ന് മടക്കിയെടുക്കണം. ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ, അതായത് മുകൾ വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഫാബ്രിക് പീസ് അകത്ത് പെടാത്ത രീതിയിൽ ഈ ഒരു ഭാഗങ്ങൾ ഇരുവശങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇതുപോലെ ഇരുവശങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതോടുകൂടി നമ്മുടെ പേഴ്സിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിവിടെ സ്നാപ്പ് ബട്ടനാണ് ഉപയോഗിക്കുന്നത്. അതായത് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുന്ന ബട്ടന്. നിങ്ങളുടെ കയ്യിൽ ആ ഒരു ബട്ടൺ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെൽക്രോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ബട്ടൺ യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോരോ വീഡിയോസിലായിട്ട് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് പ്രസ്സർ ബട്ടനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതിനനുസരിച്ച് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ. കണ്ടില്ലേ, ഇതുപോലെയുള്ള പ്രസ്സർ ബട്ടൺ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പേഴ്സ് തയ്യാറാക്കിയെടുക്കുന്നത്. ആദ്യമേ തന്നെ ഞാനിവിടെ നമ്മുടെ പേഴ്സിനെ ഒന്ന് ഇതുപോലെ നടുമടക്കി എടുക്കുന്നുണ്ട്. കറക്റ്റ് സെൻറ്റർ ഭാഗം കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ചെയ്ത് സെൻറ്റർ ഭാഗം കറക്റ്റ് ഒന്ന് നോക്കി എടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഏതൊരു ഭാഗത്താണോ ബട്ടൺ വെക്കേണ്ടത് എന്നുള്ളത് കറക്റ്റ് ഇതുപോലെ ഒന്ന് നോക്കാം. ശേഷം ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു ബട്ടൺ വെച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ബട്ടൻ്റെ ടൂള് സംഭവങ്ങളൊക്കെ വഴിയെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയി കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു വശത്ത് ഞാനിവിടെ ഒന്ന് ബട്ടൺ വെച്ചെടുത്തിട്ടുണ്ട്. ശേഷം രണ്ടാമത്തെ വശത്ത് എവിടെയാണോ വെക്കേണ്ടത് എന്നുള്ളത് ഒരു ചോക്ക് ഉപയോഗിച്ച് മാർക്ക് ചെയ്തെടുത്തു. ശേഷം ആ ഒരു ഭാഗത്തു കൂടി ഓപ്പോസിറ്റ് സൈഡിൽ വെക്കേണ്ട ആ ഒരു ഭാഗം വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്നതോടുകൂടി നമ്മുടെ പേഴ്സിൻ്റെ പണി മുഴുവൻ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ പേഴ്സ് നല്ല മനോഹരമായി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ 20 സെൻറ്റിമീറ്റർ നീളവും 14 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു 3 പോക്കറ്റ് വരുന്ന ടൈപ്പിലുള്ള പേഴ്സാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ലെഫ്റ്റ് ഓവർ ഫാബ്രിക് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എടുക്കുന്ന ഫാബ്രിക്കിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ ചെയ്തെടുക്കുന്ന പേഴ്സിൻ്റെ ഭംഗി ഉണ്ടാവുക കേട്ടോ. അതുപോലെ നിങ്ങൾ സെയിം കളർ ത്രെഡ് തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് ഇപ്പോൾ നമ്മൾ പേഴ്സ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. 3 പോക്കറ്റാണ് വലിയത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, ഇതുപോലെ 3 പോക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ATM കാർഡോ മറ്റോ വെച്ചെടുക്കാൻ വേണ്ടി ഇതുപോലെ 2 ചെറിയ പോക്കറ്റ് കൂടി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കേണ്ട. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു ഉഗ്രൻ വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.